എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ 16 വർഷക്കാലം വെറുതെ ഇരിക്കുന്നതായിരുന്നില്ല. ഞാൻ മറ്റു സിനിമകൾ ചെയ്യുകയാണ്. പക്ഷെ ബ്ലെസ് ചേട്ടനൊരു ഫോക്കസ് ഉണ്ട്. അതായത് എന്ത് സംഭവിച്ചാലും ഈ സിനിമ ചെയ്തിട്ടേ ഉള്ളൂ എന്നുള്ളൊരു ഫോക്കസ് ഉണ്ട്. ഒരു കാര്യം, വലിയ സന്തോഷമുള്ളൊരു കാര്യം, അഭിമാനപൂർവ്വം പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, ഒരു അബ്സല്യൂട്ട് സീറോ കോംപ്രമൈസ് സിനിമയാണ്. ഒരു മൊമെന്റ് പോലും ഞങ്ങൾ ആരും അതങ്ങനെ മതി എന്ന് വിചാരിച്ചിട്ടില്ല. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഇപ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, വാട്ട് ഡസ് ഇറ്റ് റിയലി മീൻ ടു ബി ആൻ ആക്ടർ? എനിക്ക് തിരിച്ച് പറയാനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആടുജീവിതമാണ്. ബ്ലെസ്സി എന്ന ഫിൽം മേക്കർ നജീബായിട്ട് അഭിനയിക്കാൻ ഇയാളെയാണ് എനിക്ക് വേണ്ടതെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ബൂസ്റ്ററാണത്. അത്രയും കോൺഫിഡൻസ് എന്നെ കാണിച്ചൊരു സംവിധായകന് ഞാൻ തിരിച്ച് ഇത്രയെങ്കിലും കൊടുക്കണ്ടേ? ടയർഡായിട്ടുണ്ട്. 1-2 സീനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ പുള്ളി തളർന്നു വീണിട്ടുണ്ട്. അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടോ സിനിമയ്ക്ക് വേണ്ടിയിട്ട്? ഇത് ബ്ലെസ് ചേട്ടൻ അങ്ങനെ ഒരു ലേസർ ഫോക്കസിലാണല്ലോ. പിന്നെ വേറെ എന്താണ് ഒരു ആക്ടറിന് വേണ്ടത്? പൃഥ്വിരാജ് ഇനി അഭിനയിക്കാൻ ഒന്നുമില്ല കേട്ടോ ഈ പടത്തില്. ഇങ്ങനെ സകല സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. ദിസ് വിൽ ബി ഹിസ് മാസ്റ്റർ പീസ് ഇഫ് ഐ എം നോട്ട് റോങ്.